ജോയ്സ് മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത്. നമുക്ക് നമ്മെക്കുറിച്ചല്ല ആത്മവിശ്വാസം ഉണ്ടാകേണ്ടത്, ദൈവത്തിലാണ് വിശ്വസിക്കേണ്ടത്. നമുക്കുണ്ടാവുമെന്ന് ദൈവം പറഞ്ഞതെല്ലാം നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ചെയ്യാനാവുമെന്ന് പറഞ്ഞതൊക്കെയും ചെയ്യാനാവും. അത് നിങ്ങളിൽ നിന്നെടുക്കാൻ ആരെയും അനുവദിക്കരുത്. ഞാൻ ജോയ്സ് മേയർ. ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമുക്ക് നമ്മോടൊരു ബന്ധമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അത് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് നിങ്ങളോട് നല്ലൊരു ബന്ധമില്ലെങ്കിൽ മറ്റുള്ളവരുമായി ഒരു നല്ല ബന്ധം നിങ്ങൾക്കുണ്ടാവില്ല. ഇത് വളരെ ലളിതമാണ്. അത് തകരുമ്പോൾ നിങ്ങൾക്കില്ലാത്തത് മറ്റൊരാൾക്ക് കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ വർഷങ്ങളോളം ജനങ്ങളെ സ്നേഹിക്കാൻ ശ്രമിച്ചു. കാരണം നാം തമ്മിൽ സ്നേഹിക്കണമെന്ന് പള്ളിയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ അപ്രകാരം പ്രവർത്തിക്കാൻ എനിക്ക് പ്രയാസമായിരുന്നു. എന്നാൽ എന്നെ സ്നേഹിക്കാതെ മറ്റൊരാളെ സ്നേഹിക്കാൻ സാധിക്കില്ല എന്നത് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു എന്നറിയാമോ? അതുകൊണ്ട് ഈ നിമിഷത്തിന് മുൻപ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മറന്നുകൊണ്ട് മുന്നോട്ട് പോകണം. കാരണം നമ്മുടെ പാപങ്ങളെ ദൈവം അതാണ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളെ അല്ല സഹായിക്കുന്നത്. പണ്ടെന്നോ ചെയ്ത തെറ്റിന് നിങ്ങളോട് തന്നെ ദേഷ്യപ്പെടുന്നത് കൊണ്ട് ഒന്നിനും മാറ്റമുണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. എന്നാൽ ദൈവത്തോട് ചോദിച്ചാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അവയെ ഏതെങ്കിലും വിധത്തിൽ ഉപയോഗിച്ച് നിങ്ങളുടെ നന്മയ്ക്കായി പ്രവർത്തിക്കും എന്ന് ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു. പക്ഷേ നാം വിശ്വസിക്കണം. പണ്ടെന്നോ ചെയ്ത ഒരു തെറ്റ് എന്നെ ബാധിക്കും എന്ന് ഞാൻ വിശ്വസിച്ചാൽ അത് തീർച്ചയായും എന്നെ ബാധിക്കും. ഇതാണ് മണ്ടത്തരം. കുറെ കാലത്തോളം ഞാൻ അങ്ങനെയാണ് വിശ്വസിച്ചത്. അച്ഛൻ എന്നെ ലൈംഗിക പീഡനം ചെയ്തതുകൊണ്ട് ഒരു രണ്ടാം കിട ജീവിതമേ എനിക്ക് ഉണ്ടാവൂ എന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ അതിനായി പ്ലാൻ ചെയ്തു. ഒരു നല്ല ജീവിതം ജീവിക്കാനാവുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല. ദൈവവചനം പഠിക്കുന്നതുവരെ. ദൈവവചനത്തിന് ദൈവത്തോട് നന്ദി പറയില്ലേ? എല്ലാവരും ദൈവത്തോട് നന്ദി പറയൂ. ആമേൻ. ഞാനത് കണ്ടുപിടിച്ചു. പൗൽ അപ്പോസ്തലൻ പറഞ്ഞു, അയാൾക്ക് മറ്റെന്തിനേക്കാളും ഏറ്റവും പ്രധാനം ഒന്നേ ഉള്ളൂ എന്ന്. ഇത് തന്നെ നമുക്ക് തൃപ്തികരമാണെന്നറിയില്ലേ? മറ്റെന്തിനേക്കാളും എനിക്ക് ഏറ്റവും പ്രധാനം പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിലേക്ക് ആഞ്ഞും കൊണ്ട് ലാക്കിലേക്ക് ഓടുന്നതാണ്. പൗൽ അനേകം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അയാൾ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. അവരെ പിടിച്ച് തടവിലാക്കി പ്രഹരിപ്പിച്ചു. പിന്നീട് ദമസ്കസ് പാതയിൽ വെച്ച് ദൈവം അവന് പ്രത്യക്ഷനായി. ഇത് കൃപയുടെ പ്രവൃത്തിയാണ്. പൗൽ ഇത് അർഹിക്കുന്നില്ല, അർഹതയില്ലാത്ത നമ്മെപ്പോലെ തന്നെ. പൗലിന് ആ കൃപ മനസ്സിലായി. കാരണം അവന് കൃപ നൽകപ്പെട്ടിരുന്നു. സാത്താൻ അവന്റെ പഴയ കാലം ഓർമ്മിപ്പിച്ചിട്ടുണ്ടാവും, നമ്മുടെ ഭൂതകാലത്തെ ഓർമ്മിപ്പിക്കുന്നത് പോലെ തന്നെ. ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉറക്കപ്പിച്ചിൽ മാറുന്നതിന് മുൻപ് ആദ്യം തലേന്ന് നിങ്ങൾ ചെയ്ത എന്തെങ്കിലും പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടോ? ഇതാണ് കുറ്റബോധം. പാപങ്ങൾക്കുള്ള പരിഹാരമാണ് നമ്മുടെ കുറ്റബോധം. എന്നാൽ യേശു പരിഹാരം ചെയ്തു കഴിഞ്ഞു. യേശുവിന് ഇനി നിങ്ങളുടെയോ എൻ്റെയോ സഹായം വേണ്ട. യേശു ഒന്നുകിൽ അത് പൂർത്തിയാക്കി, ഇല്ലെങ്കിൽ ഇല്ല. യേശു പരിഹാരം ചെയ്തു കഴിഞ്ഞു എന്ന് നാം വിശ്വസിക്കണം. തെറ്റായ ഒരു കാര്യം ചെയ്തിട്ട് അത് സമ്മതിച്ച ശേഷം മാനസാന്തരപ്പെട്ട് മുന്നോട്ട് പോവുക എന്നത് കഠിനം തന്നെയാണ്. പക്ഷേ അതാണ് ദൈവം നമ്മോട് പറയുന്നത്. ദൈവം പറയുന്നത് നാം അനുസരിക്കേണ്ടതാണ്. കാരണം നാം ഓരോരുത്തരും ദൈവരാജ്യത്തിൽ പ്രവർത്തനശേഷിയുള്ളവരാവണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കാരണം ചെയ്യാനുള്ള കാര്യങ്ങൾ ധാരാളമുണ്ട്. മുഴുവൻ സമയവും ശുശ്രൂഷ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങളുടെ ജോലിസ്ഥലത്തും നിങ്ങളുടെ മതിലിനപ്പുറമുള്ള അയൽക്കാരുടെ അടുത്തും സ്കൂളിലും അങ്ങനെ എവിടെയാണെങ്കിലും ലോകർ യേശുവിനെ കാണേണ്ടതാണ്. നിങ്ങളിലൂടെ മാത്രമേ അവർക്ക് യേശുവിനെ കാണാനാവൂ. ദൈവം നമ്മോട് ചെയ്യാൻ പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ വിശ്വാസത്തിന് അനുസൃതമായി ജീവിക്കുക. ഇത് പ്രയാസമുള്ളതല്ല. ആരോടെങ്കിലും ചെന്ന് പ്രസംഗിക്കണം എന്നല്ല നിങ്ങളോട് ദൈവം പറയുന്നത്. ജീവിച്ചു കാണിക്കൂ. ജനങ്ങളെ സ്നേഹിക്കൂ. ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കൂ. അവരോട് കരുണ കാണിക്കൂ. അവരെ സഹായിക്കൂ. അവരോട് ക്ഷമിക്കൂ.
ആത്മാവിന്റെ ഫലം വെളിപ്പെടുത്തൂ. ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോയി ശേഷം ദിവസങ്ങൾ സാത്താനെ പോലെ ആവരുത്. ആമേൻ. എന്നാൽ നാം തെറ്റുകൾ ചെയ്യും, നമുക്ക് തെറ്റുകൾ സംഭവിക്കും. യേശുവിനത് അറിയാം എന്ന് എബ്രായരിൽ പറയുന്നുണ്ട്. ഞാൻ സന്തോഷിക്കുന്നു. ലോകത്തിലുള്ള മറ്റാർക്കും എന്നെ മനസ്സിലാക്കാനാവില്ലെന്ന് വരാം, കാരണം നമുക്കെല്ലാം ചെറിയ തോതിൽ വിചിത്ര സ്വഭാവമുണ്ട്. പക്ഷെ യേശു നമ്മെ മനസ്സിലാക്കുന്നു. എബ്രായർ 4:15-16 പറയുന്നു, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. അതുകൊണ്ട് എന്നതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. യേശു പറഞ്ഞു, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക, എന്നിട്ട് സഹായം ലഭിക്കാനുള്ള സമയം ലഭ്യമാക്കുക. എനിക്ക് ഈ വചനങ്ങൾ ഇഷ്ടമാണ്. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ കൂടെ എന്തെങ്കിലും വലിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതെ, ഇതല്പം നേരത്തെയാണെന്നറിയാം, പക്ഷെ എന്നെ ഒന്ന് സഹായിക്കണം. നിങ്ങൾ എന്തെങ്കിലും വലിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ, കുറേ ദൂരം യാത്ര ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ, എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം. അത് വിട്ടുകളയൂ. ഇതെത്ര പേർ വിശ്വസിക്കുന്നു? നിങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്ത് അതിൽ പ്രവർത്തിക്കാൻ വലിയവനാണ് ദൈവം എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ദൈവം വലിയവനാണ്. സംഖ്യാപുസ്തകം 13:1-3 വരെ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ മക്കൾക്ക് കൊടുപ്പാനിരിക്കുന്ന കനാൻ ദേശം, അവരതിനെ വാഗ്ദത്ത ദേശം എന്നാണ് വിളിച്ചിരുന്നത്, ആ ദേശത്തെ അവർക്ക് നൽകുമെന്ന് ദൈവം പറഞ്ഞു. പാലും തേനും സങ്കല്പിക്കാനാവാത്ത പല നന്മകളും ഉള്ള ദേശം. തുടർന്നു പറയുന്നു, അതത് ഗോത്രത്തിൽ നിന്നും ഓരോ ആളെ അയക്കണം. അവർ എല്ലാവരും പ്രഭുക്കന്മാരായിരിക്കണം. അതായത് യഹോവ പറഞ്ഞു, ഓരോ ഗോത്രത്തിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുത്ത് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് വാഗ്ദത്തം ചെയ്ത ദേശത്തെ ഒറ്റുനോക്കേണ്ടതിന് അവിടേക്ക് അയക്കണം എന്ന്. വചനപ്രകാരമല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അവർ ചെയ്യേണ്ടത് അതായിരുന്നു. അങ്ങനെ മോശ യഹോവ കൽപ്പിച്ചതുപോലെ പാരാൻ മരുഭൂമിയിൽ നിന്ന് അവരെ അയച്ചു. ആ പുരുഷന്മാരൊക്കെയും ഇസ്രായേൽ മക്കളിൽ തലവന്മാരായിരുന്നു. അവർ തലവന്മാരാണെന്നത് മോശ ഉറപ്പാക്കി. നിങ്ങൾക്കറിയാമോ, നന്നായി നേതൃത്വം നയിക്കുന്നവരെ ജനങ്ങൾ പിന്തുടരും. അവർ തിരിച്ചു വന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ, അത് നല്ല ദേശമാണ്, ദൈവം വാക്ക് തന്നതുപോലെ ഫലവത്താണ്, നമുക്ക് പോകാം എന്നു പറഞ്ഞിരുന്നെങ്കിൽ ജനങ്ങൾ അവരെ പിന്തുടരുമായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഒരുപക്ഷെ നിങ്ങളിത് കേട്ടിട്ടുണ്ടാവുമോ എന്നെനിക്കറിയില്ല. ദേശം കൈയടക്കുക. ദേശം കൈയടക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ദേശം കൈയടക്കുക എന്നാൽ നേരെ ചെന്ന് ദേശം പിടിച്ചെടുക്കുകയല്ല. ഇതിൻ്റെ ശരിയായ പരിഭാഷ നോക്കുകയാണെങ്കിൽ ദേശത്തെ കീഴടക്കുക എന്നാൽ ആദ്യം അവിടെ വസിക്കുന്ന ജനങ്ങളെ ഒഴിപ്പിക്കണം എന്നാണ് അർത്ഥം. ശരി, ദൈവം വാക്കുകളാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ചില സാത്താന്മാരെ നിങ്ങൾ ഓടിപ്പിക്കണം. ചില നുണകൾ ദൈവം പുറത്തു കൊണ്ടുവന്നേക്കാം. ഇവിടെ വന്നിരിക്കുന്ന എത്ര പേരാണ് നുണകൾ വിശ്വസിക്കുന്നത് എന്നെനിക്കറിയില്ല. ഇന്നും ഞാൻ എത്ര നുണകൾ വിശ്വസിക്കുന്നുണ്ടെന്ന് അറിയില്ല. ഇനിയും ചിലത് ഇപ്പോഴുമുണ്ട്, അതെനിക്കറിയാം. അതിനാൽ ആദ്യം നിങ്ങൾക്ക് സ്വന്തമായതിനെ കൈവശമാക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളെ നേരിടണം. അതെ, രക്തത്താൽ വാങ്ങിയത്. നാം ക്രിസ്തുവിൽ അവകാശികളാണെന്ന് നിങ്ങൾക്കറിയാമോ? യേശുവിന് ദൈവത്തിൽ നിന്ന് കിട്ടിയ അവകാശം നമുക്ക് കിട്ടും. എന്നാൽ ഈ അടുത്ത് ഞാൻ ഒരു കാര്യം പഠിച്ചു, ഇതെനിക്കിഷ്ടമാണ്. നാം ദൈവത്താൽ ദത്തെടുക്കപ്പെട്ടവരാണ് എന്ന് ബൈബിളിൽ പറയുന്നു. നാം ക്രിസ്തുവിനോടൊത്ത് അവകാശികളാണെന്നും റോമൻ നിയമപ്രകാരം
സ്വന്തം മകനെ അവകാശിയാക്കാൻ പിതാവിന് ഇഷ്ടമല്ലെങ്കിൽ അതാവാം. പക്ഷെ ഒരു മകനെ ദത്തെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ഒരു കാരണവശാലും അവകാശം നിഷേധിക്കരുത്. ബൈബിളിൽ ഇതുപോലെ പല രസകരമായ കാര്യങ്ങളുണ്ട്. ഞാൻ 45 വർഷങ്ങളായി വായിക്കുന്നുണ്ട്. എന്നാൽ 2-3 ആഴ്ചകൾക്ക് മുൻപാണ് എനിക്ക് അറിയാത്ത 3-4 കാര്യങ്ങൾ കണ്ടത്. ഞാൻ അന്തം വിട്ടു. നാം ദത്തെടുക്കപ്പെട്ടു. അതുകൊണ്ട് ആർക്കും നമ്മിൽ നിന്ന് ആ അവകാശത്തെ എടുക്കാനാവില്ല. നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല അത് നമുക്ക് കിട്ടിയത്. യേശു നമുക്ക് വേണ്ടി ചെയ്തു തന്നതാണത്. ആമേൻ. പക്ഷേ ഇത് നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾക്ക് വേണ്ടത്ര ധൈര്യം ഉണ്ടാവണം. നിങ്ങൾ തെറ്റുകൾ ചെയ്താൽ പോലും സാത്താനോട് പറയണം, അതെന്റേതാണ് സാത്താനെ, എന്നിൽ നിന്ന് നിനക്കത് എടുക്കാനാവില്ല. കാരണം എന്റെ പാപങ്ങൾ മുഴുവനായി ക്ഷമിക്കപ്പെട്ട് കഴുകപ്പെട്ടിരിക്കുന്നു. ദൈവം അവർക്ക് വാഗ്ദത്തം നൽകി. എന്നാൽ നമ്മെപ്പോലെ അവരും അത് വിശ്വസിച്ചു. പക്ഷെ വിശ്വസിച്ചുവോ എന്നവർക്ക് ഉറപ്പില്ലായിരുന്നു. ദൈവം പറഞ്ഞു, ഓരോ ഗോത്രത്തിൽ നിന്നും ഒരു തലവനെ തിരഞ്ഞെടുത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് വാസ്തവമാണോ എന്നറിയാൻ ദേശത്തെ ഒറ്റുനോക്കുവാനായി അവരെ അയക്കുക. പിന്നെ സംഖ്യാപുസ്തകം 13:23 മുതൽ 33 വരെ പറയുന്നു, അവർ എസ്തോർ താഴ്വരയോളം ചെന്നു. അവിടെ നിന്ന് ഒരു മുന്തിരിവള്ളി കുലയോടെ പറിച്ചെടുത്തു. ഒരു മുന്തിരിവള്ളി കുല. നമ്മൾ കടയിൽ ചെന്ന് ഒരു കുല മുന്തിരിങ്ങ വാങ്ങുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലേ? എൻ്റെ ഹോട്ടൽ മുറിയിൽ ഗ്രേപ്സിൻ്റെ കുലകൾ ഉണ്ടായിരുന്നു. ഇതുപോലെയുള്ള ചെറിയ മുന്തിരിക്കുലകൾ. അതിൽ 3 കുലകൾ അവിടെ തൂങ്ങിക്കിടന്നു. അതിൽ 1 ഞാൻ പറിച്ചു. എൻ്റെ കൈയളവിനെ അതുണ്ടായിരുന്നുള്ളൂ. ഇവിടെ പറയുന്ന മുന്തിരിക്കുല ഒരു തണ്ടിന്മേൽ കെട്ടി 2 പുരുഷന്മാർ അത് ചുമന്നു. ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത ദേശം അത്രമാത്രം ഫലപുഷ്ടിയുള്ളതായിരുന്നു. നമ്മിൽ പലരും ഒരു ചെറിയ കുലയും ചുമന്ന് നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ശരിയല്ലേ? ദൈവം നമുക്ക് തരാനായി ആഗ്രഹിക്കുന്ന കുലകൾ താങ്ങാൻ നമുക്ക് ചിലരുടെ സഹായം ആവശ്യമായിരിക്കും. നമുക്ക് സങ്കല്പിക്കാൻ പോലും ആകാത്ത കാര്യങ്ങൾ പലതും നമുക്കും നമ്മിലൂടെയും ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ നമ്മൾ അത് വിശ്വസിക്കണം. നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് സംഭവിക്കും. 45 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇപ്പോഴും അത് പഠിക്കുന്നു. എനിക്ക് കൂടുതലായി വിശ്വാസം വർദ്ധിക്കുന്നു. അഥവാ എൻ്റെ വിശ്വാസം ശക്തി ആർജിച്ചിരിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുന്തോറും ദൈവം കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദൈവം പണ്ട് നമുക്ക് ചെയ്തു തന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഓർക്കണം എന്ന്. അങ്ങനെ അവർ ദേശം ഒറ്റുനോക്കാനായി അവിടെ ചെന്നു. അവരുടെ തോളിൽ മുന്തിരിക്കുലകളും ഉണ്ടായിരുന്നു. അതൊരു നല്ല സ്ഥലമായിരിക്കും. പക്ഷേ അവിടെ ശത്രുക്കൾ ഉണ്ടായിരുന്നു. അതാണ് നമുക്കാർക്കും ഇഷ്ടമല്ലാത്ത ഭാഗം. നമുക്ക് ചെന്ന് മുന്തിരിങ്ങ എടുക്കാൻ ഇഷ്ടമാണ്, പക്ഷേ ശത്രുക്കളെ നേരിടാൻ തയ്യാറല്ല. 25-ാം വാക്യം പറയുന്നു, അവർ 40 ദിവസം കൊണ്ട് ദേശം ഒറ്റുനോക്കിക്കഴിഞ്ഞ് തിരിച്ചു വന്നു എന്ന്. അവർ 40 ദിവസം അവിടെ താമസിച്ചു. അവർ യാത്ര ചെയ്ത് പാറാൻ മരുഭൂമിയിലെ കാദേശിൽ മോശയുടെയും അഹരോന്റെയും അടുക്കൽ വന്ന് അവരോടും സർവ്വസഭയോടും വർത്തമാനം അറിയിച്ചു. ദേശത്തിലെ ഫലങ്ങളും അവരെ കാണിച്ചു. അവർ മോശയോട് വിവരിച്ചു പറഞ്ഞു, നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി. അതെ, അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ. അതിലെ ഫലങ്ങൾ ഇതാ, ദേശം നല്ലത് തന്നെ. പക്ഷേ ഇതാണ് നമ്മെ പ്രശ്നത്തിലാക്കുന്നത്. ആമേൻ. പക്ഷേ അവിടെ എല്ലാം നന്നായിരിക്കുന്നു. നീ ഞങ്ങളോട് പറഞ്ഞതുപോലെ തന്നെയാണ്. പക്ഷേ ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഉറപ്പും വലിപ്പവും ഉള്ളവയുമാകുന്നു. ഞങ്ങൾ അനാക്കിന്റെ പുത്രന്മാരെ കണ്ടു, അവർ ബലവാന്മാരാണ്. ദേശത്ത് എപ്പോഴും ബലവാന്മാരുണ്ടാവുമെന്ന് അറിയാമല്ലോ. നമ്മേക്കാൾ വലുതായ മറ്റെന്തെങ്കിലും എല്ലായിടത്തും ഉണ്ടാവും. അവർ നമ്മേക്കാൾ വലുതായിരിക്കും, പക്ഷെ ദൈവത്തേക്കാൾ വലുതല്ല. ആമേൻ. ലോകത്തിലുള്ളവനേക്കാൾ നമ്മിൽ വസിക്കുന്നവൻ വലിയവനാകുന്നു. അവർ ബലവാന്മാരും ധൈര്യശാലികളുമായിരുന്നു.
അമാലേക്യർ തെക്കേ ദേശത്ത് പാർക്കുന്നു. ഹിത്യരും യബൂസ്യരും അമോര്യരും പർവ്വതങ്ങളിൽ പാർക്കുന്നു. കനാന്യർ കടൽക്കരയിലും യോർദാൻ നദീതീരത്തും പാർക്കുന്നു. എന്നാൽ കാലേബ് മോശയുടെ മുൻപാകെ ജനങ്ങളെ അമർത്തിക്കൊണ്ട് പറഞ്ഞു, നാം ചെന്ന് അത് കൈവശമാക്കുക. ചിലപ്പോൾ നാം ഒരു കാര്യത്തെക്കുറിച്ച് മരണം വരെ ചിന്തിക്കും. ദൈവം നിങ്ങളോടത് ചെയ്യാൻ ഹൃദയത്തിൽ തോന്നിപ്പിക്കും. അവിടെയാണ് വിശ്വസിക്കേണ്ടത്. എന്നാൽ ന്യായവാദം കടന്നു വരുന്നു. ന്യായവാദം എത്ര അപകടമുള്ളതാണെന്ന് നാം ഇന്നലെ സംസാരിച്ചല്ലോ അല്ലേ? ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് ഉറപ്പാണ്, ഞാൻ ഈ ചെയ്യുന്നതിന് ദൈവം എന്തുകൊണ്ടാണ് എന്നെ വിളിച്ചതെന്നതിന് ഒരു കാരണവുമില്ല. എനിക്ക് സംസാരിക്കാൻ അറിയില്ലായിരുന്നു. അതിനുവേണ്ടി ഞാൻ പഠിച്ചിട്ടുമില്ല. ഒരു പ്രസംഗം തയ്യാറാക്കാൻ ആരും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. പുസ്തകം എഴുതേണ്ടത് എങ്ങനെയാണെന്ന് ആരും പഠിപ്പിച്ചിട്ടില്ല. നമുക്കെല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടാവുന്നത് നല്ലതാണ്. ശരിയായ നല്ല വിദ്യാഭ്യാസം ഉണ്ടാവണം. പക്ഷേ എനിക്കതിനുള്ള അവസരമില്ലായിരുന്നു. എന്നാൽ എന്തെങ്കിലും ചെയ്യാനായി ദൈവം അഭിഷേകം തരുമ്പോൾ, അതെ, നാം ഇന്ന് അഭിഷേകത്തെക്കുറിച്ച് വേണ്ടത്ര സംസാരിച്ചിട്ടില്ല. ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ അഭിഷേകിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലോകത്തിൽ പല വ്യത്യാസങ്ങളും ഉണ്ടാക്കും. ഈ ശുശ്രൂഷ ചെയ്യാൻ അഭിഷേകം ലഭിക്കാത്ത ഒരാൾ എൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ എത്ര വചനങ്ങൾ പറഞ്ഞാലും അത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടക്കില്ല. അതിനാൽ വ്യക്തികളല്ല വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നത്, അഭിഷേകമാണ് വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ദൈവത്തിന് ആരെ വേണമെങ്കിലും അഭിഷേകിക്കാം. പ്രവാചകനോട് സംസാരിക്കാൻ ദൈവം ഒരു കഴുതയാണ് ഉപയോഗിച്ചത്. ആമേൻ. അപ്പോൾ ആ ദേശത്ത് ബലവാന്മാരുണ്ടായിരുന്നു. നിങ്ങൾക്ക് സ്വന്തമായ ചിലത് അവർ ഒരുപക്ഷെ കൈയടക്കിയിട്ടുണ്ടാവും. പക്ഷേ കാലേബ് പറഞ്ഞു, നമുക്കുടനെ അവിടേക്ക് പോകാം. ഇനി താമസിക്കരുത്, അതിനെക്കുറിച്ച് ചിന്തിക്കരുത്, സിദ്ധാന്തീകരിക്കാൻ നോക്കരുത്. മല്ലന്മാരെ കുറിച്ച് സംസാരിക്കാതെ നമുക്ക് പോയി ദേശം കൈവശമാക്കാം. നമുക്കൊരല്പം ധൈര്യം വേണം. സാത്താനെ പേടിക്കുന്നതിന് പകരം സാത്താൻ നമ്മെ പേടിക്കും. എന്നിട്ട് അയാൾ പറഞ്ഞു, നമുക്കതിനെ ജയിക്കാൻ സാധിക്കും. പക്ഷേ കൂടെ പോയിരുന്നവർ വീണ്ടും ഒരു പക്ഷേ, ചിലപ്പോൾ ഒരു കാര്യം ചെയ്യാൻ സാധിക്കും എന്ന വിശ്വാസമുണ്ടായാൽ പോലും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചില സുഹൃത്തുക്കൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായി ശ്രമിക്കും. നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് പലരോടും പറയുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയാമോ, ദൈവം അവരോട് സംസാരിക്കാതെ എന്തുകൊണ്ടാണ് നിങ്ങളോട് സംസാരിച്ചതെന്ന്? നിങ്ങൾ വിശ്വസിക്കണം. കാരണം ദൈവമാണത് പറഞ്ഞത്. അത് മണ്ടത്തരമാണെന്ന് തോന്നിയാൽ പോലും. അതെ, ദൈവം എന്നോട് പറഞ്ഞതായി എനിക്ക് തോന്നി, നീ ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കണം. അത് ശരിക്കും മണ്ടത്തരമായി തോന്നുമായിരിക്കും. പക്ഷെ ഞാനിത് വിശ്വസിച്ചു. ഞാനിത് മറ്റുള്ളവരോട് പറഞ്ഞപ്പോൾ അവരെന്താണ് എന്നോട് പറഞ്ഞതെന്നോ, ഓ, അതിനുള്ള വ്യക്തിത്വമൊന്നും നിനക്കില്ല. അതെ, ആരോ എന്നോട് ചോദിച്ചു, നീ ലോകമെങ്ങും ചെന്ന് സുവിശേഷം പ്രസംഗിക്കാൻ പോവുകയാണോ? ഞാൻ പറഞ്ഞു, അതെ, ഞാൻ പോകും, എനിക്ക് ഉത്സാഹം തോന്നുന്നു. അതെ. എന്നാൽ കണ്ടോ, ദൈവം നിങ്ങൾക്ക് എന്തെങ്കിലും തരുമ്പോൾ കൂടെ തന്നെ നിങ്ങൾക്ക് വിശ്വാസവും തരും. നിങ്ങളുടെ വലിയ മനോഹരമായ ബസ് ഞാൻ കണ്ടു നറ്റാലി. ഞാൻ കരുതി, ലോകമെങ്ങും ഒരു ബസ്സിൽ എനിക്ക് യാത്ര ചെയ്യേണ്ടി വന്നാലോ. പക്ഷെ കണ്ടോ, നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യാനുള്ള കൃപ ദൈവം തരും. ഞാൻ ചെയ്യേണ്ടത് ചെയ്യാനുള്ള കൃപയും ദൈവം എനിക്ക് തരും. അതുകൊണ്ട് നമ്മെക്കുറിച്ച് പുകഴ്ത്തുന്നത് മതിയാക്കണം. കാരണം ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ആമേൻ. എന്നാൽ ദൈവം നിങ്ങളെ ഒരു കാര്യം ചെയ്യാനായി വിളിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ വിശ്വാസമെന്ന താലന്തും നൽകും. എന്നാൽ നിങ്ങളത് ദൈവം സംസാരിക്കാത്തവരുമായി, വിശ്വാസമില്ലാത്തവരുമായി പങ്കിടുമ്പോൾ അവരതിനെ സ്വാഭാവികമായിട്ടേ കാണുകയുള്ളൂ. ദൈവം ബൈബിളിൽ 1 കൊരിന്ത്യർ 1 പറയുന്നു, ദൈവം കരുതിക്കൂട്ടി ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു. അതാണിവിടെ പറയുന്നത്. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. ദൈവം ഒരിക്കലും ഉപയോഗിക്കില്ലെന്ന് നിങ്ങൾ കരുതിയവരെ ദൈവം ഉപയോഗിക്കും. അവരല്ല താനാണ് എന്ന് നിങ്ങളെ
കാണിക്കാനായിരിക്കും അത്. ആമേൻ. അങ്ങനെ കാലേബ് പറഞ്ഞു, നമുക്കിത് സാധിക്കുമെന്ന്. അയാൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ അവർ പറഞ്ഞു, ശരി. പക്ഷേ അവനോട് കൂടെ പോയിരുന്നവർ പറഞ്ഞു, കനാന്യരുടെ നേരെ ചെല്ലുവാൻ നമുക്ക് സാധിക്കില്ല, അവർ നമ്മേക്കാൾ ബലവാന്മാരത്രേ എന്ന്. അവർ ദൈവത്തിന് പകരം തങ്ങളെ തന്നെയാണ് നോക്കിയത്. ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ പുറപ്പെടുമ്പോൾ നിങ്ങളുടെ ദൃഷ്ടി ദൈവത്തിങ്കിൽ ഉണ്ടാവണം. കാരണം ഞാൻ പറയട്ടെ, അത് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കില്ല. എനിക്ക് 32-ാം വാക്യം ഇഷ്ടപ്പെട്ടു. അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞു. അവർ ഒരു നെഗറ്റീവ് റിപ്പോർട്ടാണ് കൊണ്ടുവന്നത്. പക്ഷേ നിഷേധാത്മകത ദൈവത്തിന് ഇഷ്ടമല്ല. കാരണം അത് ദൈവം നിങ്ങളെ ചെയ്യാനായി വിളിച്ചിരിക്കുന്നതിൽ നിന്ന് അകറ്റുന്നു. തങ്ങൾ ഒറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം ജനങ്ങളെ തിന്നുകളയുന്ന ദേശമാകുന്നു. ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അതികായന്മാർ, അവർ മല്ലന്മാരായിരുന്നു. പക്ഷേ 33-ാം വാക്യം നോക്കാം. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാഖ്യ മല്ലന്മാരെയും കണ്ടു. ഇനി അടുത്ത വാക്യം വായിക്കാം. അടുത്ത വാക്യമാണ് പ്രശ്നം. അവർ സ്വയം തങ്ങളെ കണ്ടത് വെട്ടുകിളികളായാണ്. അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെയായിരുന്നു. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതാണ് നിങ്ങൾ പുറമെ കാണിക്കാൻ പോകുന്നത്. അതുതന്നെയായിരിക്കും മറ്റുള്ളവരും ചിന്തിക്കുക. ഞാനിത് വീണ്ടും പറയാം. നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്ത നിങ്ങളെ പുറമെ പ്രദർശിപ്പിക്കും. അങ്ങനെ ചിന്തിക്കുന്നത് നിങ്ങൾ അറിയുക പോലും ഇല്ല. കാരണം നിങ്ങൾ വിശ്വസിക്കുന്നതായിരിക്കും നിങ്ങളുടെ വായിൽ നിന്ന് പുറത്തു വരുന്നത്, നിങ്ങളുടെ പ്രവൃത്തിയിലൂടെയും മനോഭാവത്തിലൂടെയും. ഇനി നിങ്ങളെക്കുറിച്ച് സ്വയം ആത്മവിശ്വാസം ഉണ്ടാവരുത്. പകരം ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവം നിങ്ങൾക്കുണ്ടാവും എന്ന് പറഞ്ഞത് നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾക്ക് എന്ത് ചെയ്യാനാവും എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യും. അതിൽ നിന്ന് ആരും നിങ്ങളെ പിന്തിരിപ്പിക്കരുത്. നിങ്ങളുടെ സ്വയചിത്രം ഹൃദയത്തിനകത്ത് നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഒന്നാണ്. നിങ്ങളിൽ പലർക്കും കുട്ടികളുണ്ടെങ്കിൽ, അതായത് മക്കളുടെ ചിത്രം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, നാം അതുടനെ ഫോണിൽ തിരഞ്ഞു നോക്കും. പേഴ്സിലും നമ്മൾ ചിത്രങ്ങൾ കൊണ്ട് നടക്കും. ശരി, ഒന്ന് ഫോൺ സ്വൈപ്പ് ചെയ്ത് നോക്കൂ. നിങ്ങൾ പറയും, നിങ്ങളുടെ ഫോട്ടോ എന്നെ കാണിക്കാൻ ഉന്മേഷമുണ്ടാവും. അതിൽ ചിലത് മൈക്കിൻ്റെ ഭാര്യ പെന്നിയുടേതും അവരുടെ ഒരു മകളുടേതും ഡിസൈൻ ജാക്കറ്റ്സ് ഒക്കെയാണ്. ഇന്ന് ഞാൻ പറയുന്നു, ലിയ അവൾ ചെയ്ത ഡിസൈൻസിൻ്റെ ചിത്രങ്ങൾ അയച്ചു തന്നിട്ടുണ്ടോ? ഉണ്ട്. അവൾ ഡ്രസ്സുകളും തയ്ക്കും. അവൾ ഉണ്ടാക്കിയ ഡ്രസ്സസ് കാണണോ? അതായത് നമ്മൾ നമ്മുടെ ചിത്രങ്ങളും കൊണ്ട് നടക്കാറുണ്ട്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിത്രം എന്താണ്? സത്യം പറയട്ടെ, അത് നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഒന്നായിരിക്കും. എന്നാൽ ഇന്ന് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കൂ. കാരണം നിങ്ങളുടെ ചിത്രം യേശുവിൽ സൗന്ദര്യമുള്ളതല്ലെങ്കിൽ ഓർക്കുക, ഞാൻ പറഞ്ഞത് യേശുവിൽ എന്നാണ്. സ്വാഭാവികമായി നിങ്ങളെക്കുറിച്ച് നോക്കാനല്ല പറഞ്ഞത്, നിങ്ങളെക്കുറിച്ച് ദൈവത്തിൽ നോക്കണമെന്നാണ്. ദൈവം നമുക്ക് അനേകം കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയ്ക്കായി ആരെങ്കിലും ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ ആ യാത്ര എളുപ്പമായിരിക്കില്ലെന്ന് ഞാൻ പറയുന്നു. എന്നാൽ ഏകദേശം 40-50 വയസ്സ് പ്രായമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ പറയാം, ഞാൻ വാഗ്ദത്ത ദേശത്താണ് വസിക്കുന്നത്. നിങ്ങൾക്ക് മറ്റുള്ളവരെ നോക്കി പറയാം, അത് സത്യമാണ്. നിങ്ങൾക്ക് മല്ലന്മാരെ തോൽപ്പിക്കാനാവും. ഇപ്പോൾ അവിടെ വസിക്കുന്നവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കണം എന്ന് നാം മനസ്സിലാക്കുന്നില്ല. എങ്കിൽ മാത്രമേ നമുക്ക് ആ ദേശം കൈവശമാക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവം നമുക്ക് വാക്ക് തന്നതുകൊണ്ട് അത് താനേ നമുക്ക് വന്നു ചേരുമെന്നാണ് നാം കരുതുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നാം ദൈവത്തിന്റെ പങ്കാളികളാണ്. എല്ലാം ദൈവം ചെയ്തു തരില്ല. തന്റെ ഭാഗം ചെയ്യും. നമ്മുടെ ഭാഗം ചെയ്യാനുള്ള കൃപ നമുക്ക് തരും. എന്നാൽ നാം ആത്മീയഗതിയിൽ മടിയന്മാരാണെങ്കിൽ, അതെ, ആത്മീകമായി മടിയന്മാരായവർ
അവർക്ക് വചനം വായിക്കാൻ ഇഷ്ടമല്ല. എപ്പോഴും മറ്റുള്ളവർ അവർക്ക് വാരിക്കൊടുക്കാനായി കാത്തിരിക്കും. ഞാൻ ദിവസവും രാവിലെ ജോയ്സ് മേയറിന്റെ പ്രോഗ്രാം കാണും, അത് മതിയാവും. അല്ല, അത് പോരാ. അത് നിങ്ങളെ സഹായിക്കും. പക്ഷേ നിങ്ങളെ കൂടുതലായി സഹായിക്കുന്നതിനുള്ള വഴി അറിയാമോ? ജോയ്സ് പ്രസംഗിക്കുമ്പോൾ നോട്ട്സ് എഴുതി വെക്കുന്നതായിരിക്കും. അതിനുശേഷം കുറഞ്ഞപക്ഷം 30 മിനിറ്റെങ്കിലും, അഥവാ ഞാൻ വായിച്ച വചനങ്ങൾ കുറിച്ചു വെച്ചാലും മതിയാവും. എന്നിട്ട് ബൈബിൾ തുറന്ന് സ്വന്തമായി അവയെല്ലാം വായിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ സഹായിക്കും. ജോയ്സ് സി മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത്.